ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോ എന്ന സിനിമ ജനങ്ങളിൽ ശ്രദ്ധ ആകർഷിച്ചത് അതിൻ്റെ കൊടൂര വയലൻസിലൂടെയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ കൊടൂര വയലൻസ് മൂവിയായി വന്ന സിനിമ പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വയലൻസ് മൂവിയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്ന് സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ബാൻ നേരിടുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പല പ്രശ്നങ്ങൾക്കും കാരണം സിനിമകൾ തന്നെയാണ് എന്നുള്ളത് ഒരു വിഭാഗത്തിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു രീതിയിൽ പറയാം. ബാക്കിയുള്ളത് നമ്മൾ തന്നെ മാറ്റേണ്ടതാണ്. നമ്മുടെ ഫാമിലിയിലും അതുപോലെ സമൂഹത്തിലുമൊക്കെ നമ്മൾ മാറ്റേണ്ടതാണ്. എന്നിരുന്നാലും നമുക്ക് എടുത്തു പറയാവുന്നത് സിനിമ എന്ന മീഡിയ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ മാർക്കോയ്ക്ക് TV ചാനലുകളിൽ പ്രദർശനാനുമതി ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര ഏജൻസി ഉറപ്പിക്കുന്നത്. ടെലിവിഷനിലേക്ക് മാർക്കോ എത്തില്ല, പ്രദർശനാനുമതി നിഷേധിച്ച് CBFC എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ന് പ്രമുഖ ചാനലുകളിലും നമുക്ക് കാണാൻ കഴിയുന്നു. ഒപ്പം മാർക്കോ പോലെയുള്ള വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇനി ചെയ്യില്ല എന്ന് അതിൻ്റെ നിർമ്മാതാവും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്ത് പറയുന്ന ന്യൂസുകളിൽ വരുന്നുണ്ട്. എന്താണേലും സിനിമയുടെ OTT പ്രദർശനവും തടയണമെന്ന് നദീം തുഫേൽ കേന്ദ്രത്തിന് കത്തയച്ചതായി പുറത്ത് വരുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു സിനിമകൾ നമ്മളെ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്, യുവതലമുറയെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ഒരു പരിധിവരെ അതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല ഡയലോഗുകളും സിനിമയിൽ നിന്ന് ഉൾക്കൊണ്ട് തന്നെ എടുക്കുന്നു. പലപ്പോഴും നമ്മൾ അതിൻ്റെ പിന്നാലെ ഒരു ദിവസമെങ്കിലും നമ്മൾ സിനിമയിലെ ഏതെങ്കിലും ഒരു ഡയലോഗൊക്കെ പറയാതെ ശരാശരി മലയാളി പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത്രത്തോളം അടുപ്പമാണ് സിനിമയ്ക്ക് മലയാളിയോട് ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതും ഇതിൻ്റെ ഒരു കാരണമാകാം. ഇന്ന് നമ്മൾ നാട്ടിൽ നടക്കുന്ന പല ക്രൂരകൃത്യങ്ങളും സിനിമയ്ക്ക് മുഖ്യമായ പങ്കുള്ളതായി തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതുമാത്രമല്ല, നമ്മളത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മളുടെ കുടുംബങ്ങൾ മുതൽ നമ്മളത് മാറ്റണം. അതായത് കൊച്ചുകുട്ടികൾ മുതൽ ഇന്ന് ചെയ്യുന്ന ക്രൈം കാണുമ്പോൾ അത് കണ്ണ് തള്ളിപ്പോവുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ചോദിച്ച് നമുക്ക് തോന്നിപ്പോവുകയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്ര തന്നെയാണ്. നമ്മൾ സ്വയം ഒരു രീതിയിലേക്ക് എത്തണം. നമ്മളും ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങില്ല എന്നുള്ളതും, ബാക്കിയുള്ളവനും ഇപ്പോൾ ഒരു ഇടിയിടിച്ചാൽ അടുത്ത് നിൽക്കുന്നവൻ അല്ലെങ്കിൽ കൊള്ളുന്നവന് വേദനിക്കും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചിന്തിക്കുക. തിരിച്ചു കൊള്ളുമ്പോഴും അത് തന്നെ ഓർത്ത് പോവുക. എന്താണേലും ഇതിനൊക്കെ പിന്നിൽ നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ മദ്യവും മയക്കുമരുന്നും അതേപോലെ MDMA പോലെയുള്ള കൂടിയ വിപത്തുകൾ തന്നെയാണ് അതൊക്കെയാണ് നമ്മളെ ഇത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. എന്താണെങ്കിലും ഇന്ന് ഇത് ഈ പറഞ്ഞ പോലെ മാർക്കോയ്ക്ക് വലിയ ഒരു ഇമ്പാക്റ്റ് തന്നെ വരികയാണ്. സിനിമയുടെ TV പ്രദർശനാനുമതി നിരസിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമൻസിലൂടെ പറയാം. സിനിമയാണോ ശരിക്കും വഴിതെറ്റിക്കുന്നത്, അതോ നമ്മൾ തന്നെ മാറണോ? നമ്മളുടെ സമൂഹവും എല്ലാം ഒന്ന് മാറേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. എന്തായാലും നമ്മുടെ കൂടെയുള്ള സഹജീവികൾ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു സ്നേഹത്തോടെ പോയാൽ ഇതൊക്കെ കഴിയുന്നതും കുറയ്ക്കാം. നമ്മളുടെ ഈ വയലൻസ് അല്ലെങ്കിൽ ഈ വെല്ലുവിളികളെല്ലാം കുറയ്ക്കാവുന്നതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേ മീഡിയാസ്.